മോസ്കോയിലെ ട്രംപ് പുടിൻ ചർച്ചയിൽ യുക്രൈൻ വെടിനിർത്തൽ കരാറില്ല. 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ നോ ഡീൽ എന്നാണ് ട്രംപിന്റെ പ്രതികരണം. ചർച്ച ഗുണപരമെന്നും ട്രംപ് പറഞ്ഞു. So there's no deal until there's a deal. I will call up NATO in a little while. I will call up the various people that I think are appropriate, and I'll of course call up President Zelensky and tell him about today's meeting. It's ultimately up to them. യുക്രൈൻ സഹോദര രാജ്യമെന്നും സമാധാന പാതയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പെന്നും പുടിനും പ്രതികരിച്ചു. തുടർ ചർച്ചകൾക്ക് ട്രംപിനെ മോസ്കോയിലേക്ക് ക്ഷണിച്ച പുടിൻ. Again, Mr. President, I'd like to thank you very much, and we'll speak to you very soon and probably see you again very soon. Thank you very much, Vladimir. Next time in Moscow. വിവരങ്ങളുമായി നമ്മോടൊപ്പം അഗസ്റ്റ് സെബാസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. സെബാൻ, അലസ്കയിലെ ട്രംപ് പുടിൻ ചർച്ചയിൽ യുക്രൈൻ വെടിനിർത്തൽ കരാറില്ലെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? അഞ്ജലി, നാം മനസ്സിലാക്കുന്നത് പോലെ ഈ ചർച്ചയുടെ ഏറ്റവും നിർണായകമായ വിവരം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു വെടിനിർത്തൽ കരാറിലെത്താൻ ഈ അലാസ്കയിൽ നടന്നിട്ടുള്ള 3 മണിക്കൂർ ചർച്ചയിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും ആദ്യമായി പങ്കുവെക്കാനുള്ള വിവരം. അതായത് 2019 ശേഷം നടക്കുന്ന ഒരു US റഷ്യ ചർച്ചയാണിത്. ഇത് നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി 2ാം തവണ അധികാരമേറ്റ ശേഷം അദ്ദേഹം നേരത്തെ തന്നെ ക്യാമ്പയിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞത്, ഞാൻ പ്രസിഡൻ്റാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പ്രസിഡൻ്റായി ഇപ്പോൾ 8 മാസം കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ചൊരു തീരുമാനം, വെടിനിർത്തൽ കരാറിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു തീരുമാനം എത്തിക്കാൻ അദ്ദേഹത്തിനോ റഷ്യക്കോ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഏറ്റവും നിർണായകമായ ചർച്ചയാണ് അലാസ്കയിലെ എൽമന്റ് ഓഫ് റിച്ചർഡ്സൺ എയർബേസിൽ നടന്ന ചർച്ച എന്നതും ശ്രദ്ധേയം. ട്രംപിൻ്റെ വാക്കുകൾ തന്നെ നാം കേട്ടതാണ്, ഇക്കാര്യത്തിൽ ഒരു ഡീലിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ മീറ്റിങ്ങിൽ നടന്ന കാര്യങ്ങൾ ഞാൻ ഉടൻ തന്നെ സെലൻസ്കിയെ, അതായത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും നേറ്റോ നേതാക്കളെയും ഒക്കെ തന്നെ അറിയിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതേസമയം ഇരുവരുടെയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇരുവരും പറയുന്നത് കൂടുതൽ ഗുണപരമായ കാര്യങ്ങളൊക്കെ തന്നെയും ഈ മീറ്റിങ്ങിൽ ഉണ്ടായി. ഈ യുദ്ധത്തെ സംബന്ധിച്ചൊരു വെടിനിർത്തൽ കരാറിലെത്തിയില്ല എങ്കിൽ പോലും മറ്റു കാര്യങ്ങൾ, അതായത് കൂടുതൽ ചർച്ചകൾ ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇരുവരും വ്യക്തമാക്കി. ഇനിയും കാണാം എന്ന് ട്രംപ് പറയുമ്പോൾ മോസ്കോയിൽ കാണാമെന്ന് വേദിയിൽ വെച്ച് വ്ളാദിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ് പറയുന്നു. അദ്ദേഹത്തെ വ്ളാദിമിർ പുടിനെ അദ്ദേഹം വ്ളാദിമിർ എന്നാണ് ട്രംപ് അഭിസംബോധന ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ചൊരു വെടിനിർത്തൽ കരാറിലെത്തിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനിയും തുടർ ചർച്ചകൾ ഉണ്ടാവും എന്നത് പോസിറ്റീവായി കാണേണ്ട കാര്യമാണ്. എങ്കിൽ പോലും നാം പ്രതീക്ഷിച്ചിരുന്നത് പോലെ, അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കിയിരുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീൽ എത്താൻ ഇരു രാഷ്ട്രങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അഞ്ജലി.